കൂവാറ്റി ഗവൺമെന്റ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിന്റെ 141 പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 4ാം തരത്തിലെ കാർത്തിക് ശങ്കർ. ഹോസ്ട്രിക് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ ഓണക്കിറ്റിന്റെ വിതരണം ഈ മാസം 8-ന് സ്കൂളിൽ വെച്ച് കിനാനൂർ കണിതളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ട്രിക് ലയൺസ് ക്ലബ് സെക്രട്ടറി M വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ട്രഷറർ K ശ്രീധരൻ, സ്കൂൾ PTA പ്രസിഡന്റ് P പ്രദീപ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രധാന അധ്യാപകൻ T സുരേഷൻ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് MV കമലാക്ഷൻ നന്ദിയും പറഞ്ഞു. അസിസ്റ്റന്റ് MV കമലാക്ഷൻ സ്കൂൾ സോഷ്യൽ സർവീസ് അംഗങ്ങളും ചേർന്ന് സമൃദ്ധി വനത്തിൽ പുന്നാകം നട്ടു. ഒരു നിത്യഹരിത സസ്യമാണ് പുന്ന അഥവാ പുന്നാകം. പൂർവ്വ ആഫ്രിക്ക, ഇന്ത്യയുടെ ദക്ഷിണ തീരദേശം മുതൽ മലേഷ്യ വരെയുള്ള പ്രദേശങ്ങൾ, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ കണ്ടുവരുന്നു. അലങ്കാര വൃക്ഷമായി വളർത്ത പൂക്കൾ കുലകളായാണ് ഉണ്ടാകുന്നത്. പുന്നയുടെ കുരുവിൽ നിന്നും ലഭിക്കുന്ന കട്ടിയുള്ള കടുംപച്ച നിറത്തിലുള്ള പുന്ന എണ്ണ ഔഷധമായും തലയിൽ പുരട്ടുവാനും ഉപയോഗിക്കുന്നു. ഡോംബ ഓയിൽ അഥവാ ബോംബെ എണ്ണ എന്ന് ഇത് വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്നു. ജൈവേന്ദ്രമായി ഉപയോഗിക്കാൻ പുന്ന എണ്ണ നല്ലതാണ്. തൈലം വേദന ശമിപ്പിക്കും. തൊലിയിലെ കറുക്ക് വ്രണങ്ങളെ കരിക്കാനുള്ള ശേഷിയുണ്ട്. നീര് കണ്ണിന്റെ കോർണിയയെ വ്യക്തയുള്ളതാക്കും എന്ന് വൃദ്ധമാധവനത്തിൽ പരാമർശിച്ചിരിക്കുന്നു. സന്ധിവാതത്തിന് പുന്നക്കായിൽ നിന്ന് എടുക്കുന്ന പുന്ന എണ്ണ നല്ലതാണ്. അധ്യാപക G മറിയാമ്മയുടെ നേതൃത്വത്തിൽ കുട്ടികൾ സ്കൂളിലെ പച്ചക്കറി വിളവെടുപ്പ് നടത്തി. പാദവാർഷിക പരീക്ഷ അവസാനിച്ചു. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം വിവിധ പരിപാടികളോട് കൂടി നടത്താൻ തീരുമാനിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.